ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞാനിതാ ഇന്ന് രാത്രിയാകുമ്പോഴേക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി മാവൊക്കെ ഇതാ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചതാണ്. അപ്പോഴേക്കും സ്വത്ത് കുളിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അപ്പോൾ സ്വത്ത് കുളിച്ച് വരുമ്പോഴേക്കും ചായ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിതാ ചായക്കുള്ള വെള്ളം എന്താ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം എന്താ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. കുഞ്ഞാവ് ഉറങ്ങുകയാണ്. കുഞ്ഞാവെ സ്വത്തും കൂടിയും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞാവ് ഉറങ്ങി. അപ്പോൾ സ്വത്ത് കുളിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞാൻ വിചാരിച്ചു രാത്രിയാകുമ്പോഴത്തേക്കുള്ള പണികളൊക്കെ അങ്ങോട്ട് ചെയ്ത് വെക്കാമെന്ന്. അങ്ങനെ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് വെച്ചു. ചായക്കുള്ള വെള്ളം അടുപ്പിൽ വെച്ചു. ചായപ്പൊടി ഇട്ടു കേട്ടോ. എനിക്ക് സ്വത്തുവിനൊക്കെ കടുപ്പത്തിലുള്ള ചായയാണ് ഇഷ്ടം. അപ്പം ഇതാ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ അതിലോട്ട് പാൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏലക്ക കൂടി ചേർത്ത് ചായയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. പക്ഷേ ഏലക്കയില്ല. അങ്ങനെ ചായയൊക്കെ വെച്ചു. ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു രാമചന്ദ്രയിൽ. അപ്പോൾ അങ്ങനെ അവിടെ പോയപ്പോൾ സ്വത്തുവിനെടുത്ത കപ്പാണ് കേട്ടോ. അത് പുതിയ കപ്പാണ്. അപ്പോൾ വീഡിയോയിൽ കാണിക്കണമെന്ന് സ്വത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വത്തുവിന് എനിക്കുള്ള ചായയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചതാണ്, റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. അപ്പം ഇനി ഇതിപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് നേരം കഴിഞ്ഞാണ് ചായയൊക്കെ കുടിച്ച് പതിയാണ് ചെയ്യുള്ളൂ. അപ്പോഴേക്കും ചിലപ്പോൾ കുഞ്ഞാവ് എഴുന്നേക്കും. കുഞ്ഞാവ് എഴുന്നേൽക്കുന്നതിന് മുന്നേ ഈ പണിയൊക്കെ ചെയ്ത് തീർക്കണം എന്നാണ്. ചപ്പാത്തി മാവ് എന്ന് പറയുന്നുണ്ടെങ്കിലും പൂരിയാണ് കേട്ടോ ഉണ്ടാക്കണത്. അങ്ങനെ മാവൊക്കെ ഇതാ പരത്തി വെച്ചു കേട്ടോ. കുറേ ആയി ഉണ്ടാക്കിയിട്ട് ശരിയാവുമോ എന്തോ അറിയില്ല. ചീനച്ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി. ഇത് മാവൊക്കെ പരത്തി വെച്ചപ്പോഴേക്കും ബസ്സായിട്ടും വന്നു കേട്ടോ ജോലി കഴിഞ്ഞിട്ട്. അങ്ങനെ ഞാനിത് ഒന്നാമത്തെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ഇതിടുമ്പോഴേ ഒരു പേടിയാണ് കയ്യിലേക്ക് എണ്ണ തെറിക്കുമോ എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് പപ്പടം പോലെയാണ് ആയത്. കണ്ടോ, പപ്പടം കാച്ചിയത് പോലെ ആയില്ലേ. അങ്ങനെ ഞാനിതാ ഒന്നാമത്തെ പൂരിയൊക്കെ ഇതാ എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കൂടി ഞങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്നുണ്ട്. പിന്നെ ഉണ്ടാക്കണതൊക്കെ അങ്ങോട്ട് ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൂരിക്കുള്ള കറി എന്താണെന്നറിയോ? ഡക്കാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ താറാവ് കറിയുണ്ട്. താറാവ് കറി അങ്ങനെ വെക്കാറൊന്നുമില്ല. എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ വാങ്ങിക്കാറേ ഉള്ളൂ. 1-2 പ്രാവശ്യം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് താറാവ് കറിയും അതേപോലെ പൂരിയാണ്. അങ്ങനെ സ്വത്തുവിനും ഭയങ്കര ഇഷ്ടമാണ്. പൂരിയൊക്കെ ഇതാ ഓരോന്നായി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.